എല്ലാവർക്കും ഡ്രാമ റിവ്യൂവിലെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്നൊരു ചൈനീസ് ഡ്രാമയുടെ റിവ്യൂ ആണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. ഇവനും ഇവൻ്റെ ഗേൾ ഫ്രണ്ടും കൂടെ ഹോസ്പിറ്റലിൽ നിന്ന് തിരിച്ച് വീട്ടിലേക്ക് പോകുന്ന വഴി ലിഫ്റ്റ് കയറാൻ വേണ്ടി നിൽക്കുകയായിരുന്നു. ആ സമയത്ത് ഇവന് പെട്ടെന്ന് ഇവൻ്റെ കുട്ടിക്കാലത്തുണ്ടായ ഒരു ആക്സിഡൻറ്റിൻ്റെ ഓർമ്മ ഇവൻ്റെ ഉള്ളിലേക്ക് വരികയാണ്. ആ ഓർമ്മ വന്നത് കാരണം ഇവന് പെട്ടെന്ന് വല്ലാത്ത രീതിയിൽ തലവേദനയൊക്കെ ഉണ്ടാകുന്നുണ്ട്. ആ തലവേദന അവന് സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പെട്ടെന്ന് തന്നെ അവൻ തല ഇറങ്ങി വീഴുന്നുണ്ട്. ഇവളാണെങ്കിൽ അവിടെയുള്ളൊരു ഓഫീസ് റൂമിലേക്ക് അവനെ കൊണ്ടുപോയി കിടത്തുകയാണ്. പെട്ടെന്ന് തന്നെ ഡോക്ടർ അവിടേക്ക് വരുന്നുണ്ട്. ആ സമയത്ത് തന്നെ അവൻ ആ ഒരു ആക്സിഡൻറ്റ് സീൻ കണ്ട് വീണ്ടും പെട്ടെന്ന് ഞെട്ടി എണീക്കുകയാണ് ഉറക്കത്തിൽ നിന്ന്. ഡോക്ടർ എന്ത് പറ്റിയെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോഴവൻ പറയാണ് അവന് വീണ്ടും ഇങ്ങനെ നൈറ്റ് മെയർ വരുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. ആ ആക്സിഡൻറ്റ് സീനിൽ നൈറ്റ് മെയർ അവന് വീണ്ടും വരികയാണെന്നൊക്കെ ഡോക്ടറിൻ്റെ അടുത്ത് പറയാണ്. അങ്ങനെ നൈറ്റ് മെയർ വന്നു കഴിഞ്ഞാൽ നിനക്ക് എന്ത് സംഭവിക്കുമെന്ന് ഡോക്ടർ ചോദിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് വല്ലാത്ത രീതിയിൽ തലവേദന എടുക്കും എന്നൊക്കെ ഇവൻ പറയുന്നുണ്ട്. ഇവൻ്റെ ഹെൽത്ത് കണ്ടീഷനെ കുറിച്ചും അവൻ അങ്ങനെ ഒരു നൈറ്റ് മെയർ വരപ്പോൾ ഇവൻ എന്തൊക്കെ സംഭവിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ ഇവൻ ഡോക്ടറിനോട് എക്സ്പ്ലെയിൻ ചെയ്യുകയാണ്. അങ്ങനെ ഡോക്ടർ അവൻ്റെ കണ്ടീഷനെക്കുറിച്ചൊക്കെ മനസ്സിലാക്കി ഇവന് വേണ്ട പ്രിസ്ക്രിപ്ഷനും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് ഇവൻ്റെ ഈ ഒരു പെയിനൊക്കെ മാറാനായിട്ട്. അങ്ങനെ അവരവിടെ നിന്ന് ഇറങ്ങി വീട്ടിലേക്ക് പോവുകയാണ്. പക്ഷേ അവൻ ആ ആക്സിഡൻറ്റിൻ്റെ ട്രോമ ഇപ്പോഴും അവൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട്. അവൻ ആ ആക്സിഡൻറ്റിനെ കുറിച്ച് തന്നെ ഇങ്ങനെ ചിന്തിച്ചു കൊണ്ടേ നടക്കുകയായിരുന്നു. അവൻ ആ ആക്സിഡൻറ്റിൻ്റെ ചിന്തകൾ വരുമ്പോഴൊക്കെ അവന് നല്ല രീതിയിൽ തലവേദനയും തലകറക്കവും വളരെയധികം പ്രഷർ ഫീൽ ചെയ്യുകയും ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അതെന്തുകൊണ്ടാണെന്ന് അവൻ എത്ര റിയലൈസ് ചെയ്തിട്ടും പറ്റുന്നുണ്ടായിരുന്നില്ല. ഇവൻ്റെ ഹെൽത്ത് കണ്ടീഷനെക്കുറിച്ച് ആലോചിച്ചിട്ട് ഇവൻ്റെ ഗേൾ ഫ്രണ്ടും വളരെയധികം വെറീഡാണ്. ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അടുത്തൊരു ലോങ് വീഡിയോ റിവ്യൂ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.